എല്ലാവരും ഇങ്ങോട്ട് ഇപ്പൊ എങ്ങനെ ഇനാഗ്രേഷനൊക്കെ എങ്ങനെയാ ചാർജ് ചെയ്യുന്നത്? അത് ഞാൻ പറയത്തില്ലല്ലോ, അതെന്റെ മാനേജറായിട്ടാണ് സംസാരിക്കുന്നത്. അയ്യടാ, നിന്നെ ആർക്ക് വേണം? എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. അലിൻ ജോസ് പെരേരയും രേണു സുധിയും തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ് അല്ലേ? എന്നാൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്ത് അലിൻ ജോസ് പെരേര ഒരു വെബ് സീരീസിന്റെ എങ്ങാണ്ട് ഭാഗമായിട്ട് ഈ രേണു സുധിയുടെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂറത്തേക്ക് ഒരു ഷൂട്ടിന്റെ ഭാഗമായിട്ട് വരാൻ പറ്റുമോ, 10,000 രൂപ കൊടുക്കാം എന്നാണ് പറഞ്ഞത്. ഒരു വലിയ സംഭവം അല്ലേ? ഒരിക്കലും കരയില്ല. കാരണം നമ്മളിപ്പോ ഒരു ചെറിയൊരു വിഷമം എന്ന് പറഞ്ഞത് രേണു സുധിനെ ഞാനൊരു മെസ്സേജ് അയച്ചായിരുന്നു. രേണു സുധി ചേച്ചി. അപ്പൊ ബിഗ് ബോസ് തവണ രേണു സുധി ചേച്ചിയെ ഞാൻ വിളിച്ചായിരുന്നു, നമ്മുടെ ഷോഫി ഫാമിലിയൊക്കെ വെച്ചിട്ട്. എന്റെ വർക്കിൽ വിളിച്ചപ്പോൾ 10,000 രൂപക്കൊന്നും വരാൻ പറ്റില്ല എന്നാണ് പുള്ളിക്കാരത്തി പറഞ്ഞത്. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. 10,000 രൂപയ്ക്കൊന്നും എനിക്ക് വരാനൊന്നും പറ്റത്തില്ല. പുള്ളിക്കാരത്തേക്ക് ഇപ്പം ഭയങ്കര പുച്ഛമായിരിക്കും. എനിക്ക് വലിയ അതിശയമൊന്നുമില്ല. എന്തായാലും ബാക്കിയോടെ കേൾക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, ബിഗ് ബോസിൽ വിന്നറായി നിൽക്കുന്ന ആൾക്കാര് അറിയാൻ പാടില്ല, അവരെ കുറിച്ച് എനിക്ക് അവരോട് ഞാൻ ചാൻസ് ചോദിച്ചിട്ടില്ല. പക്ഷെ രേണു സുധി ചേച്ചി നമ്മളോട് അങ്ങനെ ഒരു കാര്യം കാണിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം സാധാരണക്കാരുടെ ഒരു സാധാരണക്കാരിയായ വ്യക്തി എന്നോട് വർക്ക് ചെയ്യപ്പോ വലിയ പേയ്മെന്റ് ഉണ്ടെങ്കിലേ വരുള്ളൂ, എന്നെ ആദ്യം വിളിക്കാൻ നിൽക്കണ്ട, ഞാൻ ഇനി വർക്ക് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. എന്താ മച്ചമ്പി ഇത് എന്നോടാണ് ചോദിക്കുന്നത്? ഷാജി ഏട്ടാ, ഇവിടെ എന്റെ പ്രായം 24 വയസ്സാണ്. ഇനിയുള്ള നായികമാരും 30 വയസ്സിനും 25 വയസ്സിനും താഴെയായിരിക്കും എന്ന് ഞാൻ കേരള ജനതയോട് ഉറപ്പ് തരികയാണ്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. താല്പര്യമുള്ളവർക്ക് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു രേണുസുധി പോയി കഴിഞ്ഞാൽ 100 രേണുസുധിമാർ വരും എന്ന കാര്യത്തിൽ സംശയമില്ല. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന്? അലിൻ ജോസ് പെരേരയുടെ ഒരു വർക്കിലെ ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് രേണുസുധി, അല്ലാണ്ട് അതൊക്കെ വെച്ചുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്കില്ല. അപ്പോ നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. എന്തുകൊണ്ട് ഇപ്പൊ അലൻ ജോസ് പെരേരയുടെ ഒരു വർക്കിന് വിളിച്ചു കഴിഞ്ഞാൽ അഖില ഞാൻ പോകത്തില്ല അല്ലേ? നമ്മളെല്ലാരും ആർട്ടിസ്റ്റ് ആണ്. അതെ അല്ലെ? എല്ലാരും ഫേമസ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അതായത് രേണു സുധി അലിൻ ജോസ് പെരേരയുടെ കൂടെ പോയി കഴിഞ്ഞാൽ കുറച്ചിലാണ് എന്നെ ഞാൻ പറയുന്നത്. വളരെ സെലക്റ്റീവായിട്ട് മാത്രം രേണു വർക്ക് എടുക്കുന്നുണ്ട്. കാര്യം രേണുവിന് വിദേശത്തൊക്കെ ഒരുപാട് വർക്കുകൾ പ്രൊമോഷൻസ് ആയിട്ട് ഇപ്പൊ തന്നെ ഒരുപാട് വർക്ക് ഉണ്ട്. അപ്പൊ നല്ല വർക്കുകളെ ചെയ്യത്തുള്ളൂ. അമ്മയുടെ കൂടെ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് 2 കറക്കം, ഒരു പാട്ട് പിടി, 2 ഉമ്മം വയ്പ്, ഇതാണ് എന്റെ വർക്കുകൾ. വിവാദങ്ങളൊക്കെ ആയിരുന്നു അന്ന്. പക്ഷേ രേണുവിന് പോകാൻ പറ്റും, പക്ഷെ ഇന്ന് പോകാൻ പറ്റത്തില്ല. അതാണ് അതിന്റെ വ്യത്യാസം. മനസ്സിലായില്ലേ? അതായത് രേണു ഇപ്പൊ എന്തോ വലിയ സംഭവമാണെന്നാണ് സ്വന്തമായിട്ട് പുള്ളിക്കാരത്തി വിചാരിച്ചിരിക്കുന്നത്. രാവിലെ